അടുത്തതായിട്ട് നമുക്ക് കാനാവിലെ കല്യാണത്തിലേക്ക് ഒന്ന് പോയാലോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? അങ്ങനെ കാനാവിലെ കല്യാണത്തിന്റെ തലേ ദിവസത്തെ ഒരു വിരുന്നിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യാണ്. ആരൊക്കെ? ജെനി ആൻഡ് ടീം ഓൺ സ്റ്റേജ്. നമ്മുടെ ചർച്ചിലെ സിസ്റ്റേഴ്സ് കാനാവിലെ കല്യാണത്തിന്റെ തലേ ദിവസത്തെ ആ വൈകുന്നേരത്തെ ചില നിമിഷങ്ങൾ, ചില കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ഇവിടെ അറിയിക്കുന്നു. നമുക്ക് ശ്രമിക്കാം, കാണാം. ഓൺ സ്റ്റേജ് ജെനി ആൻഡ് ടീം. ദൈവനാമത്തിന് മഹത്വം. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഗോഡ്സ് ഓൺ മിനിസ്ട്രിയുടെ ലേഡീസ് വിങ്സ് അവതരിപ്പിക്കുന്ന ഒരു ചെറിയ സ്കിറ്റിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമായ വെള്ളം വീഞ്ഞാക്കിയ കാനാവിലെ കല്യാണ വീട് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ആ കല്യാണ വീട്ടിലേക്ക് വിവാഹത്തലേന്ന് ബൈബിളിലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നാൽ എങ്ങനെയുണ്ടാകും? ഈ സങ്കല്പത്തെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ഗോഡ്സ് ഓൺ മിനിസ്ട്രിയുടെ സ്ത്രീരത്നങ്ങൾ. കഥാസങ്കല്പം തികച്ചും സാങ്കല്പികം മാത്രം. ഏവർക്കും കാനാവിലെ കല്യാണ തലേ ദിവസത്തിലേക്ക് സ്വാഗതം. എന്തായി മാർത്തേ, എല്ലാം റെഡിയായോ? നിനക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്കൊരു കൈസഹായത്തിന് നിനക്കിവിടെ നിന്നൂടായോ മറിയേ? അതിനല്ലേ ഞാൻ നയമാനച്ചായനോട് സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ച് നമ്മുടെ സുന്ദരി ബാലിക ഇവിടെ അസിസ്റ്റന്റ് ഷെഫായിട്ട് നിർത്തിയേക്കുന്നേ. അവളെ ഉള്ളൂ എനിക്കൊരു ആശ്വാസം. അവള് പിന്നെ കണ്ടറിഞ്ഞ് എല്ലാം ചെയ്തോളൂ. പിന്നെ മാർത്തേ, പറഞ്ഞില്ലെന്ന് വേണ്ട, ഇന്നത്തെ ഫുഡിന്റെ ടേസ്റ്റ് പോലെ ഇരിക്കും നമ്മുടെ ബിസിനസിന്റെ ഫ്യൂച്ചർ കേട്ടോ. കൊച്ചമ്മേ, പെണ്ണിന്റെ അമ്മ പറയുന്നത് കേട്ടു. ബൈബിൾ പവർ സെല്ലിലെ പേരുകേട്ട കൊച്ചമ്മമാരും റാണിമാരും ഒക്കെയാണ് ഇന്നിവിടെ വരുന്നതെന്ന്. ആ, അങ്ങനെയാ ഞാനും അറിഞ്ഞത്. യേശുവും വരുമെന്നാ കേട്ടത്. മാർത്തേ, യേശു വന്നു കഴിഞ്ഞാൽ എന്നെ ആരും ഇങ്ങോട്ട് നോക്കണ്ട. പെണ്ണ് റെഡിയായോന്ന് ഞാൻ നൈസായിട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ. ആഹാ, കല്യാണ പെണ്ണിങ്ങ എത്തിയല്ലോ. നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ. ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടോ മോളെ? യാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൻറ്റി. ആക്ച്വലി ഞാൻ ഒത്തിരി ഡിസൈനേഴ്സിനെ നോക്കി. അറ്റ് ലാസ്റ്റ് എൻ്റെ ഫ്രണ്ടാണ് ആൻറ്റി എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഐ റിയലി ലൈക്ക് ദിസ് കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ്. ദാറ്റ് ഐ എം സോ എക്സൈറ്റഡ്. ആൻറ്റി, നമുക്കൊരു സെൽഫി എടുക്കാം. അച്ചായൻ അയച്ചു കൊടുക്കാം. പിന്നെ FBയിൽ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാലോ. ഓക്കെ, വെഡ്ഡിംഗ് ഡേ സെൽഫി, ക്യൂട്ട് ബ്രൈഡ്, ഡിസൈനേഴ്സ്, എക്സൈറ്റഡ്. യാ, പോസ്റ്റഡ്. ഇതെല്ലാം എൻ്റെ തുയത്തര പൊട്ടിക്കിൽ നിന്നാ. നെക്സ്റ്റ് മന്ത് ഇവിടെ കാനാവിലും ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓ നൈസ്, കൺഗ്രാറ്റുലേഷൻ ആൻറ്റി, ഓൾ ദ ബെസ്റ്റ്. ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. യേശു വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആണോ? യേശു വരുന്നുണ്ടോ? എനിക്കും ഒരു ഇൻവിറ്റേഷൻ കാർഡ് തരണേ. മിനിമം 3 സാരിയെങ്കിലും ഞാൻ എടുത്തോളാം. എനിക്കെൻ്റെ യേശുവിനെ ഒന്ന് കണ്ടാൽ മതി. ബാലികേ, ഒന്ന് വേഗം വാ. യേശുവിന്റെ അമ്മയും പെണ്ണിന്റെ അമ്മയും വരുന്നു. പണിയൊക്കെ ഒന്ന് വേഗം ആട്ടെ. യേശുവിൻ്റെ അമ്മ വന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. യേശുവും ശിഷ്യന്മാരും നാളെ വരുമല്ലോ അല്ലേ? മിനിസ്ട്രിയുടെ ഒക്കെ തിരക്കുണ്ടെങ്കിലും വരും മോളെ. എൻ്റെ ലുതിയേ, നിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? എല്ലാവരും ഉടനെ എത്തും. ഒന്ന് വേഗമാകട്ടെ. മറിയേ, ആ മാർത്തയോട് ജ്യൂസും വൈനും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറ. ആരാ സംഗീത ശുശ്രൂഷ? അത് നമ്മുടെ മിരിയാം വോയ്സ് അല്ലേ, അവർക്ക് തന്നെ അങ്ങ് കൊടുത്തു. ആ, അത് നന്നായി. ഇപ്പോൾ അവർക്കാണ് ഡിമാൻഡ്. എല്ലാ കല്യാണത്തിനും അവരുടെ ഫുൾ ടീം ഉണ്ടാകാറുണ്ട്. ഇംഗ്ലീഷും മലയാളവും അങ്ങനെ എല്ലാ പാട്ടുകളും പാടിക്കോളും. യാമ സിംഗേഴ്സ് ഇങ്ങ് എത്തിയല്ലോ. Hello aunties, how are you all? Hi, beautiful bride. എൻ്റെ ഫുൾ ടീം ഓൺ ദ വേ ആണ്. ആൻഡ് മീറ്റ് മൈ വെരി ടാലൻറ്റഡ് കോ-സിംഗർ. അഹരോനും മോശയും ഒക്കെ എന്ത് പറയുന്നു മിരിയാമേ? സുഖമായിരിക്കുന്നോ? യാ, ബ്രദേഴ്സൊക്കെ ഹാപ്പി ആയിരിക്കുന്നു. ചർച്ചും മീറ്റിങ്ങും ഒക്കെ ആയി അവരങ്ങ് ബിസിയാ. മോളെ, ഏതൊക്കെ പാട്ടുകളാ പാടുന്നേ? നമുക്കറിയാവുന്ന കുറച്ച് പഴയ പാട്ടുകൾ പാടാൻ നോക്കണേ. സ്തുതി മസ്റ്റാ കേട്ടോ.
നോ വറീസ് ആൻറ്റി, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഓൾറെഡി എൻ്റെ റെക്കമെൻഡേഷൻസ് മീഡിയനോട് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാകുമല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് സെറ്റാക്കാം. ആൻറ്റി, പാട്ട് പാടാൻ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടേ നമുക്ക്. പേയ്മെൻ്റ് എല്ലാം ഒന്ന് കൺസിഡർ ചെയ്യണേ. ഓക്കെ, അപ്പം ഞാൻ മൈക്കൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യട്ടെ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഇല്ല സിസ്റ്ററെ, കറക്റ്റ് ടൈമാ. ഷമേൽ മോൻ തിരക്കിലായിരുന്നത് കൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഞാൻ ടാക്സി എടുത്താ വന്നത്. എല്ലാവരും എത്തുന്നതേ ഉള്ളു. പിന്നെ മിരിയാം എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ആ ശുശ്രൂഷ അങ്ങ് ലീഡ് ചെയ്തോണം കേട്ടോ. അത് പിന്നെ പറയണോ, ഞങ്ങൾ ഏറ്റു. ഹന്നാമേ, എങ്ങനെയുണ്ട് ഷൗമേൽ മോന്റെ മിനിസ്ട്രി ഒക്കെ? യേശുവിൻ്റെ അമ്മേ, എല്ലാം നടക്കുന്നു. ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാ. അവനിന്ന് വിശ്വസ്തയോടെ ദൈവവേല ചെയ്യുന്നു. ഇത് കാണുന്നതിൽ സന്തോഷം വേറെ എന്താ. വീട്ടിലിരിക്കാൻ ടൈം കിട്ടുന്നില്ല കുഞ്ഞിന്. പിന്നെ ദൈവത്തിന് വേണ്ടിയാണല്ലോ. ഓ, എന്ത് പറയാനാ, ഈ തോണ്ടുന്ന സാധനമൊന്നും എനിക്കറിയാൻ മേല. ഹലോ, ഓ ആണോ? നിങ്ങളവിടെ നിൽക്ക്, ഇപ്പൊ വിടാം. കൊച്ചേ, മിസ്സിസ് ലോത്ത് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. നീ രണ്ടുപേരെ അങ്ങോട്ടൊന്ന് വിട്ടേ, അവരെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ. ഓ, മിസ്സിസ് ലോത്ത് വന്നോ? എന്തോ ചെയ്യാനാ കൊച്ചിൻ്റെ കാര്യം. വിളിച്ചെങ്കിലും വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളെ എവിടാ ഒന്ന് ഇരുത്തുന്നേ? മറിയേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ, നമുക്കൊരു പണിയുണ്ട്. എന്നാ ഉണ്ട് സിസ്റ്ററെ, സുഖമായിരിക്കുന്നോ? ഓ, എന്തോ പറയാനാ സിസ്റ്ററെ, ഇതിൽ കൂടുതൽ എന്ത് സുഖമാ. എല്ലാവരും ഒരുങ്ങി സുന്ദരികളായിട്ടുണ്ടല്ലോ. എൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇനി ഉപ്പിന് ക്ഷാമമൊന്നുമില്ല. ആവശ്യമുള്ളപ്പോൾ ഇനി ചുരുണ്ടിയെടുക്കാലോ. കൊച്ചേതേ പുറകിലോട്ട്. മുന്നിലൊരു സ്ട്രോ ഉണ്ട്, അതാ ഗ്ലാസ്സിലോട്ടിട്. ഈ വായിലേക്കൊന്ന് വെച്ചുതാ. ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. അമ്മാമ്മ ഇരിക്കേ, നിന്ന് ബുദ്ധിമുട്ടണ്ട. ആഹാ, ആരൊക്കെയായി വരുന്നേ? ബെസ്റ്റ് അമ്മായിമ്മയും മരുമോളുമാണല്ലോ. കേറി വാ നവോമി, നീ നന്നായി സുന്ദരിയായിരിക്കുന്നുവല്ലോ നവോമി. അതെന്റെ കുഞ്ഞുങ്ങൾ എന്നെ നല്ലതുപോലെ നോക്കുന്നതിന്റെ സന്തോഷമാണ് യേശുവിന്റെ അമ്മേ. രൂത്തും ബോസും എന്നെ പൊന്നുപോലെയാ നോക്കുന്നേ. ബോവസ് വന്നില്ലേ മോളെ? ഓ ഇല്ല മാമേ, അച്ചായൻ ഫീൽഡ് വിസിറ്റിന് വേണ്ടി സ്വിറ്റ്സർലൻഡിൽ പോയേക്കുക. തീർച്ചയായിട്ടും നാളെ ഇനി എത്തും. കല്യാണത്തിന് എന്തായാലും ഉണ്ടാവും. ഓർപ്പ ഇപ്പോൾ എവിടെയാ? എന്തൊക്കെയാ അവളുടെ വിശേഷങ്ങൾ? അവൾ പാരന്റ്സിന്റെ കൂടെ സുഖമായിരിക്കുന്നു. ഹാ, ഇന്നലെ കൂടി ഞങ്ങൾ ബോട്ടിയും വിളിച്ചിരുന്നു. എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാ നിങ്ങൾ അങ്ങോട്ട് ഇരിക്ക്, ജ്യൂസും ഫുഡും ഒക്കെ എടുത്ത് കഴിക്കണേ. ബുഫയാ ബുഫ. ആരാ മറിയത്? സഫീറയല്ലേ വരുന്നേ? ഷടാ, കൂടെ ആരാണാവോ? ആളെ മനസ്സിലാകുന്നില്ലല്ലോ. തലേ കൂടെ തുണി മൂടിയിട്ടുണ്ടല്ലോ. ആ സഫീറേ, ഇങ്ങോട്ടേക്ക് കേറി പോരെ. ആളെ മനസ്സിലാവുന്നില്ലല്ലോ. ആ ഷോൾ ഒന്ന് മാറ്റിക്കേ. അല്ല, ഇത് നമ്മുടെ ഹവാമച്ചല്ലോ. അതെ, ഞാൻ തന്നെയാ. അമ്മച്ചി, കുറച്ച് ജ്യൂസ് എടുക്കട്ടെ? എൻ്റെ പൊന്നു മോളെ, ഞാനിപ്പം ഫ്രൂട്ട്സും ജ്യൂസും ഒന്നും കഴിക്കാറില്ല. എന്നെ ഒന്നും ഓർപ്പിക്കല്ലേ. ഓ, അത് പോട്ടെ സഹോദരി, എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റും. ആ ഒരൊറ്റ തെറ്റ് കാരണവാ നമ്മൾ ഈ അനുഭവിക്കുന്നേ. അങ്ങനെ കൊച്ചിന്റെ കല്യാണമൊക്കെ ആയല്ലേ? ഞാനും അച്ചായനും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ചെറുക്കന് ജോലിയും കൂലിയൊക്കെ ഉണ്ടോ? വല്ല IELTS OET ഒക്കെ എഴുതി പെട്ടെന്ന് കാനഡയിലോ UK എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറയണം കേട്ടോ. മോളെയും കൊണ്ട് അങ്ങ് പറയിപ്പിച്ചാൽ മതി. ഓ, അതിനൊക്കെ ഇനി സമയമുണ്ടോയെന്നറിയില്ല. നമ്മുടെ കർത്താവ് വരാൻ കാലമായി. എല്ലാം ദൈവഹിതം പോലെ അങ്ങ് നടക്കട്ടെ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല, മോൾക്ക് എന്തോ നിങ്ങൾ കൊടുക്കുന്നേ? അവർ വല്ലതും ചോദിച്ചായിരുന്നോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും. ഓ, അവരൊന്നും ചോദിച്ചില്ല. നീ ആ ഒരു കൊച്ചിനെ മാത്രമേ ചോദിച്ചുള്ളൂ. അത് നമ്മളങ്ങ് കൊടുത്തു. നന്നായി ജീവിച്ച് കണ്ടാൽ മതിയായിരുന്നു. സഫീറ പറഞ്ഞതൊന്നും ചെവി കൊടുക്കണ്ട മോളെ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം. ബാക്കി നന്മകളെല്ലാം ദൈവം തന്നോളും. ദൈവം തരുന്ന നന്മകളിൽ വിശ്വസ്തയായിരിക്കുക.
രാജ്ഞിക്കുള്ള ഇരിപ്പിടം റെഡിയല്ലേ? ശുശ്രൂഷകൾ ആരംഭിക്കാം കേട്ടോ. ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് രാജ്ഞിക്ക് മൊർദെഖായി അങ്കിളുമായി മീറ്റിംഗ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. പെട്ടെന്ന് ആയിക്കോട്ടെ എല്ലാം. ഡിയർ സിസ്റ്റേഴ്സ്, നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് നാളെ വിവാഹിതയാകാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്കാർക്കെങ്കിലും ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും സന്ദേശങ്ങൾ കൊടുക്കുവാനുമുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ്. ഞാൻ തന്നെ തുടങ്ങാം. എനിക്കെൻ്റെ ജീവിതത്തിൽ നിന്നും കുഞ്ഞിനോട് പറയാനുള്ളതൊന്നാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീര് കണ്ടും ദൈവം എനിക്ക് ശമൂവേൽ മോനെ തന്നു. എൻ്റെ ആഗ്രഹം പോലെ അവൻ ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. അതുപോലെ നിനക്കും നിൻ്റെ ജീവിതത്തിലും നിൻ്റെ കുടുംബജീവിതത്തിലും ഏത് സാഹചര്യത്തിലും പ്രാർത്ഥനാവീരയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ദേ ഇവിടെ ഞാൻ മിസ്സിസ് ലോത്ത്. എന്നെപ്പോലെ ഒരിക്കലും ആകരുത്. ദൈവം പറഞ്ഞതനുസരിക്കാതെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എൻ്റെ ഈ ജീവിതം. നവോമി കൈപൊക്കിയിട്ടുണ്ടല്ലോ. എന്നാൽ നവോമി വന്നാട്ടെ. മോളെ, നിന്റെ കുടുംബജീവിതത്തിൽ നീ കയറി ചെല്ലുന്ന ഭവനത്തിലും നീ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മാതാപിതാക്കളെ സ്നേഹിച്ച് അവർ സേവിക്കുന്ന ഏകസത്യ ദൈവത്തെ ബഹുമാനിച്ച് ജീവിക്കാൻ ദൈവം മോളെ ബലപ്പെടുത്തട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. നാളെ വിവാഹിതയാകുന്ന നവവധുവിനെ എൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. ഒരു സാധാരണക്കാരിയായ എന്നെ എൻ്റെ ദൈവം തൻ്റെ ജനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്കായി നിയോഗിച്ചതുപോലെ നിന്നെയും നിൻ്റെ കുടുംബജീവിതത്തെയും കയറി ചെല്ലുന്ന ഭവനത്തെയും മാതാപിതാക്കളെയും സഭയിൽ ദേശത്തിൽ എല്ലാം ഒരു അനുഗ്രഹമായി മാറട്ടെ. അതിനായി സ്വയം സമർപ്പിച്ച് ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കലും കുറഞ്ഞു പോകാതെ വിശ്വസ്തയായി അന്ത്യത്തോളം നിൽക്കുവാൻ ദൈവം കുഞ്ഞിനെ സഹായിക്കട്ടെ. ഇനി മറ്റാരും ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും വന്നതിലും ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കെടുത്തതിലും എൻ്റെ കുഞ്ഞിനോട് അവൾക്ക് കൊടുത്ത എല്ലാ ഉപദേശത്തിനും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നാളെ നടക്കുന്ന വിവാഹത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം. ഞാൻ പ്രത്യേകം നിങ്ങളെ ക്ഷണിക്കുകയാണ്. മാറാനാഥ. മാറാനാഥ. കാനാവിലെ കല്യാണ പെണ്ണ് തൻ്റെ കാന്തനെ കാത്തിരുന്നത് പോലെ നാം ഓരോരുത്തരും നമ്മുടെ കാന്തനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. കല്യാണത്തിന് അതീവ സുന്ദരിയായി ഒരുങ്ങിയിരുന്നത് പോലെ ആത്മാവിൻ്റെ ഫലങ്ങളാൽ നാമും നമ്മളെ തന്നെ അലങ്കരിച്ച് നമ്മുടെ കർത്താവിനെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? വചനം പറയുന്നു, നാം വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായി അവൻ്റെ വരവിനായി ഒരുങ്ങിയിരുന്നാൽ നമ്മുടെ കാന്തൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും നാം അവകാശികളായിത്തീരും. ഈ വിവാഹത്തലേന്ന് വന്ന ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. അവരുടെ ജീവിതം നമുക്കൊരു സന്ദേശമാണ്. ദൈവം പറഞ്ഞതനുസരിക്കാത്ത ഹവ്വയും ലോത്തിന്റെ ഭാര്യയെയും പോലെയല്ല, ലോകമോഹങ്ങളിൽ വീണുപോയ സഫീറെ പോലെയുമല്ല, പ്രാർത്ഥനാ വീരയായ ഹന്നയെ പോലെ, ഐക്യതയും സ്നേഹവുമുള്ളവരായ നവോമിയെയും രൂത്തിനെയും പോലെ എല്ലാ സാഹചര്യത്തിലും സന്ദർഭത്തിലും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരായ എസ്തേറിനെ പോലെ ജീവിച്ച് നമ്മുടെ കർത്താവിൻ്റെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കാം. നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ.